നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെയുള്ള സമഗ്ര വാർത്തകളുമായി വാർത്താ സന്ധ്യ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വയനാട്ടിൽ തുടർച്ചയായി രണ്ടാം ദിവസവും കാട്ടാനക്കലിയിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. അട്ടമല എറാട്ടുകുണ്ട് ഉന്നതിയിലെ ബാലകൃഷ്ണനാണ് അതിദാരുണമായി മരിച്ചത്. സംസ്ഥാനത്ത് 2 ദിവസത്തിനിടെ 4 പേർക്കാണ് കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടമാകുന്നത്. സ്ഥിരം വന്യജീവി ഭീഷണി നിലനിൽക്കുന്ന മേഖലയിൽ ഒരിടപെടലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഇന്നു രാവിലെയാണ് അട്ടമലയിലെ തേയിലത്തോട്ടത്തിൽ ബാലകൃഷ്ണന്റെ മൃതദേഹം കാണുന്നത്. ആന ചവിട്ടിയരച്ച നിലയിലായിരുന്നു മൃതദേഹം. അട്ടമലയിലെ ഏറാട്ടുകുണ്ട് ഉന്നതിയിലാണ് ബാലകൃഷ്ണന്റെ കുടുംബം കഴിയുന്നത്. ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം ബന്ധുക്കൾ അട്ടമലയിലെ പാടിയിലേക്ക് താമസം മാറിയിരുന്നു. ഏറാട്ടുകുണ്ടിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോഴാണ് ഇന്നലെ രാത്രി കാട്ടാന ആക്രമിച്ചത്. രാവിലെ വന്നു കണ്ടു. കോളനിയിലേക്ക് പോയാൽ നമ്മളാ അവകളെ നോക്കാൻ എന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു നോക്കുമ്പോൾ ഇങ്ങോട്ട് ആളിരിക്കുന്നു. ഇന്ന് അവിടേക്ക് വന്നു. ഇന്നലെ യാദൃച്ഛികമായ ഒരു 8 മണിക്ക് ചൂരൽമലയിൽ നിന്ന് സാധനം മേടിച്ചിട്ട് അവൻ്റെ അമ്മേനെയും അച്ഛനെയും കണ്ടിട്ട് ഇതുവഴി അവൻ്റെ കോളനിയിലേക്ക് പോയതാണ് അവൻ. അപ്പോഴാണ് ഇവിടുന്ന് പെട്ടെന്നുള്ള ആനയുടെ ആക്രമണം ഉണ്ടാകുകയും അവൻ മരണപ്പെടുകയും ചെയ്തത്. ഇന്നലെ ഈ മേഖലയിൽ കണ്ട ആനയുടെ ദൃശ്യവും തൊട്ടു പിന്നാലെ പുറത്തു വന്നു. പ്രദേശത്ത് വനം വകുപ്പിനെതിരെ പ്രതിഷേധം. കുടുംബത്തിന് നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള നടപടികൾ പ്രഖ്യാപിച്ചതോടെയാണ് മൃതദേഹം മാറ്റാൻ അനുവദിച്ചത്. ആദ്യഘട്ടം എന്നുള്ള നിലയിൽ 5 ലക്ഷം രൂപ ഇന്ന് തന്നെ വനംവകുപ്പ് ഇന്ന് തന്നെ കൈമാറുന്നതായിരിക്കും. അടുത്ത് ശവസംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് ട്രൈബൽ വകുപ്പിൽ നിന്നും പിന്നെ ധനസഹായം ഇന്ന് തന്നെ ആവശ്യമായ ധനസഹായം ഇന്ന് തന്നെ നൽകുന്നു. തുടർച്ചയായ വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ വിവിധ സംഘടനകളുടെ പ്രതിഷേധം ഉയർന്നു. യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും മേപ്പാടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. 24 വയനാട്. ആദിവാസികളല്ലാത്തവർ വനത്തിലെത്തുന്നത് എന്തിനെന്ന് പരിശോധിക്കണമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ. കഴിഞ്ഞ ദിവസമുണ്ടായ വന്യജീവി ആക്രമണങ്ങൾ എവിടെയാണെന്ന് പരിശോധിക്കണമെന്നും വനമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. എന്നാൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് കാട്ടിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറിയവരല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുറന്നടിച്ചു. വന്യജീവി ആക്രമണങ്ങളിൽ സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ അനുവാദമില്ലാതെ ആദിവാസികൾ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അനുവാദം വേണം. അനുവാദമില്ലാതെ ചോദിക്കുന്ന സംഭവത്തെക്കുറിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് തെറ്റായ പരാമർശമാണ്. 1-2 കേസുകൾ കാട്ടിൽ നടന്നതിന്റെ പിന്നലെ മിനിഞ്ഞാന്ന് നടന്ന പ്ലാന്റേഷനിലാണ് നടന്നത്. അത് വനാതിർത്തിയല്ല. നേരത്തെ ആന ഇല്ലാതിരുന്ന സ്ഥലങ്ങളിലേക്ക് ആന വരികയാണ്. അല്ലാതെ അതിക്രമിച്ച് കാടിനകത്തേക്ക് കയറി ആരെയും അല്ല ആന ചവിട്ടിക്കൊന്നിരിക്കുന്നത്. അദ്ദേഹം വേറെന്തോ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. വേറെ കാട്ടിൽ പോണവരെ ആരാണെന്ന് അറിയാമല്ലോ എന്ന് പറഞ്ഞു. മലപ്പുറം നിലമ്പൂർ പോത്തുകല്ലിൽ കാട്ടാന ഇറങ്ങി. അപ്പൻകാപ്പ് നഗറിലെ ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്ന വീട്ടുമുറ്റത്തേക്കാണ് കാട്ടാന എത്തിയത്. പൂക്കോട്ടുംപാടത്ത് ഭീതി വിതച്ച കരടി വനംവകുപ്പിന്റെ കൂട്ടിലായി. അതിനിടെ വനംവകുപ്പിനെതിരെ പ്രകോപന പ്രസംഗവുമായി DCC അധ്യക്ഷൻ VS ജോയ് രംഗത്തെത്തി. നിലമ്പൂർ പോത്തുകലിൽ അപ്പൻകാപ്പ് നഗറിലെ ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്ന വീട്ടുമുറ്റത്തേക്കാണ് ഇന്ന് ഉച്ചയോടെ കാട്ടാന എത്തിയത്. പ്രദേശവാസികൾ ബഹളമുണ്ടാക്കി ആനയെ കാട് കയറ്റി. അതിനിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രകോപന പ്രസംഗവുമായി മലപ്പുറം DCC അധ്യക്ഷൻ VS ജോയ് രംഗത്തെത്തി. ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടുകഴിഞ്ഞു, ഇനി തിരിച്ചടിക്കും. ഇന്ന് വന്നത് കൊടിയുമായി, നാളെ ചുടുകട്ടയുമായി വനംവകുപ്പ് ഓഫീസുകളിലേക്ക് വരും. ഓഫീസർമാരെ അടിച്ചോടിക്കാൻ മടിക്കില്ലെന്നും അഡ്വക്കേറ്റ് VS ജോയ്. ഈ പ്രശ്നത്തിന് മണിക്കൂർ വെച്ച് പരിഹാരമുണ്ടാക്കണം. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് കൊടിയുമായിട്ടാണ് വന്നതെങ്കിൽ നാളെ ഞങ്ങൾ ചൂട്ടുകത്തിയുമായി വരും. ഈ ഓഫീസ് ഞങ്ങൾ ചൂട്ടുകരിക്കും. ഇവിടുത്തെ ഓഫീസർമാരെ അടിച്ചോടിക്കാൻ ഞങ്ങൾ മടിക്കില്ല. ജനങ്ങളുടെ ക്ഷമയുടെ നെല്ലിപ്പല കണ്ടിട്ടുണ്ട്. അതിരപ്പള്ളിയിൽ കല്ലാല എസ്റ്റേറ്റ് 8ാം ഡിവിഷനിലാണ് ഇന്ന് പുലർച്ചെ കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് പൂർണ്ണമായും തകർന്നു. മലപ്പുറം പൂക്കോട്ടുംപാടം തേൽപ്പാറ ജനവാസ മേഖലയിൽ ഭീതി പരത്തിയ കരടി ഒടുവിൽ കൂട്ടിലായി. കൊമ്പൻകല്ല് ചുരമ്മൽ കുടുംബമുറ്റത്ത് വനംവകുപ്പ് സ്ഥാപിച്ച കെണിയിലാണ് കരടി അകപ്പെട്ടത്. കരടിയെ വനംവകുപ്പ് ഉൾക്കാട്ടിൽ വിട്ടയച്ചു. ഒന്നര വർഷമായി പ്രദേശത്ത് ഭീതി പരത്തിയ കരടിയുടെ ശല്യമാണ് ഒടുവിൽ അവസാനിച്ചത്. 24 മലപ്പുറം.
വയനാട്ടിലെ മനുഷ്യ വന്യജീവി സംഘർഷം തടയാൻ അടിയന്തര പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് 50 ലക്ഷം രൂപ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് അനുവദിച്ചു. ഇന്ന് ചേർന്ന സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിലാണ് തീരുമാനം. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കിഫ്ബി റോഡുകളിൽ നിന്ന് യൂസർ ഫീ പിരിക്കാനുള്ള നീക്കം സ്ഥിരീകരിച്ച മുഖ്യമന്ത്രി. യൂസർ ഫീ ഈടാക്കിയാൽ അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ട് തന്നെ കിഫ്ബിയുടെ വായ്പകൾ തിരിച്ചടയ്ക്കാൻ സാധ്യത തെളിയുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. അതുവഴി സർക്കാരിൽ നിന്നുള്ള ഗ്രാന്റ് കാലക്രമേണ ഒഴിവാക്കാനാകുമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. നിയമസഭയിലെ ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോഴാണ് കിഫ്ബി റോഡുകളിൽ നിന്ന് യൂസർ ഫീ പിരിക്കാനുള്ള സർക്കാർ നീക്കം മുഖ്യമന്ത്രി സ്ഥിരീകരിച്ചത്. യൂസർ ഫീ പിരിവ് തീരുമാനിച്ചിട്ടില്ലെന്ന ധനമന്ത്രി അടക്കമുള്ളവരുടെ പ്രസ്താവന നിലനിൽക്കെയാണ് യൂസർ ഫീ പിരിവിന് മുഖ്യമന്ത്രി തന്നെ സ്ഥിരീകരണം നൽകിയത്. യൂസർ ഫീ ഈടാക്കുന്ന സാഹചര്യത്തിൽ ആ യൂസർ ഫീയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം കൊണ്ട് തന്നെ കിഫ്ബിയുടെ ലോണുകൾ തിരിച്ചടക്കുന്നതിനുള്ള സാധ്യത തെളിയും. അതുവഴി സർക്കാരിൽ നിന്നുള്ള ഗ്രാന്റ് കാലക്രമേണ ഘട്ടം ഘട്ടമായി ഒഴിവാക്കാനുമാവും. സർക്കാരിൽ നിന്ന് മോട്ടോർ വാഹന നികുതി വിഹിതവും പെട്രോൾ സെസ്സും കിഫ്ബിക്ക് നൽകുന്നുണ്ട് എന്നത് ശരിയാണ്. ഇത്തരത്തിൽ 20,000 കോടി രൂപ സർക്കാർ ഗ്രാന്റായി നൽകിയിട്ടുണ്ട്. എന്നാൽ അതിനു പുറത്ത് 13,100 കോടി രൂപ കിഫ്ബി വായ്പ എടുത്തിട്ടുണ്ട്. അത് കിഫ്ബിയുടെ ബാധ്യതയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കിഫ്ബി പദ്ധതികളെ എങ്ങനെ വരുമാനദായകമാക്കാം എന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ സംസ്ഥാന സർക്കാർ തത്വത്തിൽ നടത്തിയത്. കിഫ്ബി പദ്ധതികൾ വരുമാനദായകമാക്കിയാൽ കേന്ദ്ര സർക്കാരിൻ്റെ വാദങ്ങളെ ഗണ്ണിക്കാൻ കഴിയും. കിഫ്ബി വായ്പകളെ സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ നിന്നും ഒഴിവാക്കാനും കഴിയും. കിഫ്ബിയുടെ ധനസമാഹരണം 2022 വരെ സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുന്നതായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് മുൻ ധനമന്ത്രി കിഫ്ബി റോഡുകളിൽ നിന്നും പാലങ്ങളിൽ നിന്നും ടോൾ പിരിക്കേണ്ടി വരില്ല എന്ന് അഭിപ്രായപ്പെട്ടതെന്നും മുഖ്യമന്ത്രി ന്യായീകരിച്ചു. ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി പൂർണ്ണ സമയവും കിഫ്ബിക്കെതിരായ വിമർശനങ്ങളെ പ്രതിരോധിക്കാനാണ് വിനിയോഗിച്ചത്. 24 തിരുവനന്തപുരം. കോട്ടയം ഗാന്ധിനഗറിലെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ ക്രൂരമായ റാഗിംഗ്. 1ാം വർഷ വിദ്യാർത്ഥികളുടെ പരാതിയിൽ 3ാം വർഷ വിദ്യാർത്ഥികളായ 5 പേരെ ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്തു. കട്ടിലിൽ കെട്ടിയിട്ട് അതിക്രൂരമായി പീഡിപ്പിച്ചുവെന്നാണ് പോലീസിൽ നൽകിയ പരാതി. പ്രതികളായ വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. കോളേജ് ഹോസ്റ്റലിലാണ് അതിക്രൂരമായ റാഗിംഗ് നടന്നത്. കോട്ടയം ഗാന്ധിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥികളായ 6 പേരാണ് റാഗിങ്ങിനിരയായത്. 3 മാസം നീണ്ട റാഗിംഗ് സഹിക്കാനാകാതെ വന്നതോടെ 3 വിദ്യാർത്ഥികൾ പ്രിൻസിപ്പാളിനെ വിവരമറിയിച്ചു. ഈ പരാതി പോലീസിലേക്കെത്തി. അന്വേഷണം നടത്തിയ പോലീസ് ക്രൂരമായ പീഡനമാണ് നടന്നതെന്ന് കണ്ടെത്തി. തുടർന്ന് കോട്ടയം സ്വദേശികളായ സാമുവൽ, വിവേക്, മലപ്പുറം സ്വദേശികളായ റിജിൽജിത്ത്, രാഹുൽ രാജ്, വയനാട് സ്വദേശി ജീവ എന്നിവരെ അറസ്റ്റ് ചെയ്തു. കട്ടിലിൽ കെട്ടിയിട്ട് കോമ്പസ് കൊണ്ട് ശരീരത്തിൽ കുത്തി പരിക്കേൽപ്പിക്കും. ശബ്ദമുണ്ടാകുമ്പോൾ ബോഡി ലോഷൻ മുറിവുകളിലും വായിലും ഒഴിക്കും. ഭാരമുള്ള ഡംബലുകൾ സ്വകാര്യ ഭാഗങ്ങളിൽ എടുത്തു വെച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ലിബിൻ വല്ലതും പറഞ്ഞു, ലിബിൻ ഒന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞു. പിന്നെ ടീച്ചർ പറഞ്ഞു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇവരെ പൈസ പിടിച്ച് വയ്ക്കുകയും പിള്ളേരെ കെട്ടിയിട്ട് തല്ലുകയും പിന്നെ കോമ്പസ് മുകളിൽ ഇത് വെച്ച് സൂചി കൊണ്ട് അവർ പറക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾ പോലീസിലോട്ട് പരാതി കൊടുത്തെന്ന് പറഞ്ഞു. റാഗിങ്ങിന്റെ ദൃശ്യങ്ങൾ പ്രതികൾ തന്നെ മൊബൈലിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇവ പോലീസ് കണ്ടെടുത്തു. കൂടാതെ വിദ്യാർത്ഥികളിൽ നിന്നും മദ്യപിക്കാൻ പണപ്പിരിവ് നടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ വിദ്യാർത്ഥികൾ സംഭവം ഇന്നലെ വരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് കോളേജ് അധികൃതർ പറയുന്നത്. പരാതി ലഭിച്ച ഉടൻ 5 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തുവെന്നും മാനേജ്മെന്റ്. ഒരു പ്രഥമ ദൃഷ്ട്യാ റാഗിങ്ങിന്റെ സംശയമുള്ളത് കൊണ്ട് അവരെഴുതി തന്ന കംപ്ലൈന്റ് വെച്ച് പ്രിലിമിനറി എൻക്വയറി കോളേജ് ലെവലിൽ നടത്തി. ഇന്നലെ തന്നെ കോളേജിൽ നിന്നും ഹോസ്റ്റലിൽ നിന്നും കുട്ടികൾക്ക് അന്വേഷണ വിധേയമായി ഇനി ഉള്ള നടപടി വരുന്നതുവരെയുള്ള സസ്പെൻഷനാണ് കോളേജിൽ നിന്ന് കൊടുത്തത്. പ്രതികൾക്കെതിരെ റാഗിംഗ് നിരോധന നിയമം ഭാരതീയ ന്യായ സംഹിതയിലെ 118, 308, 351 വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ടോബി ജോൺസൺ, 24 കോട്ടയം. NCP സംസ്ഥാന അധ്യക്ഷ സ്ഥാനം PC ചാക്കോ രാജിവെച്ചു. രാജ്യസന്നദ്ധത ദേശീയ അധ്യക്ഷൻ ശരത് പവാറിനെ അറിയിച്ചു. അധ്യക്ഷ സ്ഥാനത്ത് തുടർന്നാൽ പാർട്ടി സംസ്ഥാന ഘടകത്തിൽ പിളർപ്പുണ്ടാകുമെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് രാജിയെന്നാണ് സൂചന. പുതിയ അധ്യക്ഷനെ ഉടൻ തീരുമാനിക്കുമെന്ന് TP പീതാംബരൻ പറഞ്ഞു. ഇന്ന് രാവിലെയാണ് PC ചാക്കോ NCP സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിഞ്ഞത്. രാജി തീരുമാനം ഇന്നലെ തന്നെ ചാക്കോ അടുപ്പമുള്ള നേതാക്കളോട് പറഞ്ഞിരുന്നു. PC ചാക്കോ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് മന്ത്രി AK ശശീന്ദ്രൻ വിഭാഗം കർശന നിലപാടെടുത്തോടെയാണ് രാജി വേണ്ടി വന്നത്.
സംസ്ഥാന അധ്യക്ഷനിൽ അവിശ്വാസം രേഖപ്പെടുത്തുന്ന കത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ ഒപ്പുശേഖരണവും തുടങ്ങിയിരുന്നു. സഹപ്രവർത്തകരോട് ദാക്ഷ്യത്തോടെ പെരുമാറുന്നു, വിമർശനം ഉന്നയിക്കുന്നവർക്കെതിരെ പ്രതികാര നടപടി സ്വീകരിക്കുന്നു തുടങ്ങിയ ആക്ഷേപങ്ങൾ ചാക്കോയെ സംസ്ഥാന നേതാക്കൾക്കിടയിൽ അപ്രിയനാക്കിയിരുന്നു. രാജിക്കാര്യം മുതിർന്ന നേതാക്കൾ സ്ഥിരീകരിച്ചു. ചാക്കോ ഇവിടെ വന്നിരുന്നു. ഞങ്ങൾ തമ്മിൽ പാർട്ടിയിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് സംസാരിച്ചു. അദ്ദേഹത്തിനുള്ള ചില പ്രയാസങ്ങളും അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹം ഒഴിയാൻ ശ്രമിക്കുകയാണ് സർക്കാർ എന്ന് പറഞ്ഞിരുന്നു. ചാക്കോയുടെ അടുപ്പമുള്ള നേതാക്കളും രാജിവെച്ചെന്ന വിവരം തള്ളുന്നില്ല. എന്നാൽ രാജിവെക്കേണ്ട സാഹചര്യം പാർട്ടിയിലില്ലെന്നാണ് അവരുടെ പ്രതികരണം. ഞങ്ങളിൽ പലരും ഒക്കെ കോൺഗ്രസിൻ്റെതായ രാഷ്ട്രീയ ശൈലികളാണല്ലോ ഉണ്ടാവാറ്. ആ ശൈലികളിൽ നിന്നുകൊണ്ട് അത് ഇത്തരം തീരുമാനങ്ങളൊക്കെ എബ്രപ്റ്റായിട്ട് പറയുന്ന ഒരു രീതിയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംഭവിക്കാനിടയില്ല എന്ന് നിഷേധിക്കാത്തത്. CPM നേതൃത്വത്തിൻ്റെയും മുഖ്യമന്ത്രിയുടെയും വിശ്വാസം നഷ്ടമായതാണ് PC ചാക്കോയ്ക്ക് വിനയായത്. CPIM-ന്റെ പിന്തുണയോടെയാണ് AK ശശീന്ദ്രൻ ചാക്കോയ്ക്കെതിരായ നീക്കം കടുപ്പിച്ചതെന്നും ആക്ഷേപമുണ്ട്. 24 തിരുവനന്തപുരം. നടനും മക്കൾ നീതിമയ്യം പ്രസിഡന്റുമായ കമൽഹാസൻ രാജ്യസഭയിലേക്ക്. DMK സഖ്യത്തിന്റെ പിന്തുണയോടെയാകും തമിഴ്നാട്ടിൽ നിന്ന് രാജ്യസഭയിലേക്ക് എത്തുക. മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ വിശ്വസ്തനായ മന്ത്രി ശേഖർ ബാബു കമൽഹാസനുമായി കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ തന്നെ മുന്നണിക്കൊപ്പം നിന്ന കമൽഹാസനെ രാജ്യസഭയിലെത്തിക്കുമെന്ന് DMK സഖ്യം ഉറപ്പു നൽകിയിരുന്നു. ലോക്സഭയിലേക്ക് മത്സരിക്കാനില്ലെന്ന് കമൽഹാസൻ വ്യക്തമാക്കിയതും ഇതുകൊണ്ട് തന്നെ. ജൂലൈയിൽ ഒഴിവുവരുന്ന 6 രാജ്യസഭാ സീറ്റുകളിൽ 4 DMKക്ക് ജയിക്കാനാകും. ഇതോടെയാണ് കമൽഹാസന്റെ രാജ്യസഭാ പ്രവേശനത്തിന് കളമൊരുങ്ങുന്നത്. മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ വിശ്വസ്തൻ മന്ത്രി ശേഖർ ബാബു കമൽഹാസനുമായി കൂടിക്കാഴ്ച നടത്തി. ചർച്ചയായത് രാജ്യസഭാ പ്രവേശനമാണെന്ന് മക്കൾ നീതിമയ്യം ക്യാമ്പും ശരിവെക്കുന്നു. കമൽഹാസനെ രാജ്യസഭയിലെത്തിക്കും വഴി DMK മറ്റു ചിലതുകൂടി ലക്ഷ്യമിടുന്നുണ്ട്. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. കമൽഹാസന് രാജ്യസഭയിൽ ഇടം നൽകുന്നത് വഴി എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന നേതാവെന്ന ഖ്യാതി നിലനിർത്താൻ MK സ്റ്റാലിന് കഴിയും. മുന്നണിയുടെ കെട്ടുറപ്പിനപ്പുറം വിജയ് ശക്തനാകുന്ന സാഹചര്യത്തിൽ കമൽഹാസൻ ആരാധകരുടെ പിന്തുണ കൂടി ഈ നീക്കം വഴി DMK ലക്ഷ്യമിടുന്നുണ്ട്. ക്യാമറാമാൻ ശ്രീകാന്ത് ഗൗരീശപുരത്തോടൊപ്പം മുഹമ്മദ് റഹീസ്, 24 ചെന്നൈ. 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായരെ സമൂഹമാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച കേസിൽ 3 പേർ കൂടി അറസ്റ്റിൽ. ബിജു നെടുമൺകാവ്, MV പ്രദീപൻ, പ്രജീഷ് എന്നിവരാണ് കൊച്ചി സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി. അശ്വിൻ, കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ നടപടികൾ ഉണ്ടായിരുന്നു. ഇന്നത്തെ വാർത്തയുടെ വിശദാംശങ്ങൾ. പ്രതിഭ MLAയുടെ മകനുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പിന്നാലെയാണ് 24-നും ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർക്കും ഹാഷ്മി താജ് ഇബ്രാഹിമിനുമെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം നടന്നത്. ആ സംഭവവുമായി ബന്ധപ്പെട്ടാണ് 3 പേരുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേസിലാകെ 7 പ്രതികളാണുള്ളത്. അതിൽ 3 പേരെയാണ് ഇന്ന് കൊച്ചി സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബിജു നെടുമൺകാവ്, ഒപ്പം പ്രജീഷ്, MV പ്രദീപൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഇതുകൂടാതെ 4 പേർ കൂടി ഇനി അറസ്റ്റിലാവാനുണ്ട്. അവിടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും എന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത്. റഷീദ് പുത്തൻപുരയ്ക്കൽ, ജയകുമാർ അയ്യംകുന്ന് കൊട്ടാരക്കര, രാമചന്ദ്രൻ പാച്ചേനി എന്നിവരാണ് ഇനി അറസ്റ്റിലാവാനുള്ളത്. ഇവരെ നിരീക്ഷിച്ചു വരികയാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഒപ്പം ഇവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലടക്കമുള്ള അധിക്ഷേപകരമായ പോസ്റ്റുകൾ നീക്കം ചെയ്തിട്ടുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്ക് കടക്കാനിരിക്കുകയാണ് എന്നുകൂടി സൈബർ പോലീസ് അറിയിച്ചിട്ടുണ്ട്. ശരി. R. ശ്രീകണ്ഠൻ നായർക്കെതിരായി സൈബർ അധിക്ഷേപത്തിലാണ് പോലീസ് നടപടി. 3 പേരെ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. പത്തനംതിട്ടയിൽ CPIM-ൽ ചേർന്ന കാപ്പ കേസ് പ്രതിയെ നാടുകടത്തി പോലീസ്. DYFI മലയാലപ്പുഴ മേഖലാ വൈസ് പ്രസിഡന്റ് ശരൺ ചന്ദ്രനെയാണ് നാടുകടത്തിയത്. അതേസമയം നാടുകടത്തലിൽ വിശദീകരണവുമായി CPIM പത്തനംതിട്ട ജില്ലാ നേതൃത്വം രംഗത്തെത്തി. കാപ്പ കേസ് പ്രതി ശരൺചന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ മന്ത്രി വീണ ജോർജ് അടക്കമുള്ളവർ CPIM-ലേക്ക് മാലയിട്ട് സ്വീകരിച്ചത് വിവാദമായിരുന്നു. സ്വയം തിരുത്താൻ വേണ്ടിയാണ് BJP വിട്ട് ശരൺചന്ദ്രൻ അടക്കമുള്ളവർ എത്തിയതെന്നായിരുന്നു CPIM വിശദീകരണം. ഇഡ്ഡലി എന്ന് വിളിപ്പേരുള്ള ശരൺചന്ദ്രൻ പിന്നീട് DYFI മലയാലപ്പുഴ മേഖലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റുമായി. 2023 നവംബറിൽ SFI പ്രവർത്തകരെ വധിക്കാൻ ശ്രമിച്ച കേസിൽ 1-ാം പ്രതിയായ ശരൺചന്ദ്രൻ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യമെടുത്തിരുന്നു. വീണ്ടും കേസുകളിൽ ഉൾപ്പെട്ടതോടെയാണ് 1 വർഷത്തേക്ക് ജില്ലയിൽ നിന്ന് നാടുകടത്തി DIG S. അജിത ബീഗം ഉത്തരവിറക്കിയത്. ഒരു കേസിലും പാർട്ടി ഇടപെടില്ല എന്നതിന്റെ തെളിവാണ് നാടുകടത്തലെന്നതായിരുന്നു CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിന്റെ പ്രതികരണം. കാപ്പ കേസിൽ ഉൾപ്പെട്ട പലരും നിരപരാധികളെന്നും വിശദീകരണം. ആരൊക്കെയാണോ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അവരുടെ കേസുകളിൽ CPM ഇടപെടില്ല. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നിയമസഭയിൽ ഇന്ന് പോലീസ് അതിക്രമങ്ങളെക്കുറിച്ചുള്ള അടിയന്തര പ്രമേയ ചർച്ചയിലും പ്രതിപക്ഷം കാപ്പ പ്രതികളുടെ പാർട്ടി പ്രവേശനം ചർച്ചയാക്കിയിരുന്നു. 24 പത്തനംതിട്ട.
ഈ വർഷത്തെ ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ ആദ്യഘട്ട പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ ഉജ്ജ്വല വിജയം നേടി പാലാ ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾ 99.9% സ്കോറോടെ ബ്രില്യന്റിലെ അക്ഷയ് ബിജു കേരളത്തിലെ ഒന്നാമനായി മാറി. എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള JEE മെയിൻ ആദ്യഘട്ട പരീക്ഷാഫലം പുറത്തുവരുമ്പോൾ അഭിമാന നേട്ടം ആവർത്തിക്കുകയാണ് പാലാ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ. 99.99 മാർക്കിന്റെ തിളക്കവുമായി പാലാ ബ്രില്യന്റിലെ അക്ഷയ് ബിജു സംസ്ഥാനത്തെ ആദ്യ റാങ്കുകാരനായി. ട്രഷറിയിൽ ജൂനിയർ സൂപ്രണ്ടായ N ബിജുവിന്റെയും ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസറായ നിഷ CKയുടെയും മകനാണ് കോഴിക്കോട് സ്വദേശിയായ അക്ഷയ്. മാന്നാനം KE സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. സംസ്ഥാനത്ത് 2ഉം 3ഉം റാങ്കിങ്ങിലെത്തിയവരും പാലാ ബ്രില്യന്റിൽ പരിശീലിച്ചവർ. 99.98% മാർക്കോടെ ഗൗതം വാദിയാത്തും 99.97% മാർക്കോടെ ആദിത്യ രതീഷും തൊട്ടടുത്ത സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചു. ബ്രില്യന്റിലെ 16 വിദ്യാർത്ഥികൾക്ക് 99.9% മാർക്ക് നേടാനായി. 15ലധികം വിദ്യാർത്ഥികൾക്ക് വിവിധ വിഷയങ്ങളിലായി 100% മാർക്ക് നേടാനായതും വിജയത്തിന്റെ മാറ്റുകൂട്ടുന്നു. ബ്രില്യന്റിൽ പരിശീലിച്ച 670 കുട്ടികൾക്ക് 98% മുകളിലും 863 കുട്ടികൾക്ക് 96% മുകളിലും 1250 വിദ്യാർത്ഥികൾക്ക് 95% മുകളിലും മാർക്ക് നേടാനായിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയിലെ മിന്നും പ്രകടനത്തിലൂടെ രാജ്യത്തെയും സംസ്ഥാനത്തെയും മികച്ച സ്ഥാപനങ്ങളിൽ ഒന്നായുള്ള ബ്രില്യന്റിന്റെ പ്രയാണം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് 24. ഓൺലൈൻ നിക്ഷേപ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തുന്ന സംഘത്തിലെ സൂത്രധാരൻ പിടിയിൽ. പയ്യന്നൂർ സ്വദേശി AT മുഹമ്മദ് നൌഷാദിനെയാണ് കാസർഗോഡ് ജില്ലാ ക്രൈംബ്രാഞ്ച് പിടികൂടിയത്. കാസർഗോഡ് സ്വദേശിയായ ഡോക്ടറിൽ നിന്ന് 2.23 കോടി രൂപ തട്ടിയെടുത്തുവെന്ന കേസിലാണ് അറസ്റ്റ്. കാസർഗോഡുള്ള ഒരു ഡോക്ടറുടെ 2.23 ലക്ഷം രൂപ ഹോം ബേസ്ഡ് പാർട്ട് ടൈം ജോലി വാഗ്ദാനം ചെയ്ത് ടെലഗ്രാം വഴിയും ഫോൺ കോളിലൂടെയും ജോലി വാഗ്ദാനം ചെയ്താണ് ഇത്തരമൊരു തട്ടിപ്പ് നടത്തിയത്. ആ തട്ടിപ്പിൽ ഉൾപ്പെട്ട ഒരു പ്രധാന കേസിലുൾപ്പെട്ട ഒരാളെയാണ് ഇപ്പോൾ സൈബർ സെല്ലിൻ്റെ സഹായത്തോടു കൂടി കാസർഗോഡ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ പ്രതികൾ ഈ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. അവർ ഉത്തരേന്ത്യൻ ലോബിയുമായി ഇതുപോലെ സൈബർ തട്ടിപ്പുകൾ നടത്തുന്ന സംഘവുമായി ബന്ധപ്പെട്ട ഒരാളാണ്. അരുൺ പാറക്കൽ വിശദാംശങ്ങളുമായി. അരുൺ, ഇയാൾ എത്ര പേരിൽ നിന്നൊക്കെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നതിന് വിശദാംശങ്ങൾ പുറത്തു വരുന്നുണ്ടോ? കൂടുതൽ പേർ സംഘത്തിലുണ്ടല്ലോ, അവരുടെയൊക്കെ അറസ്റ്റ് ഉണ്ടാകുമോ ഉടൻ? അനുജ, കൂടുതൽ പേർ ഈ സംഘത്തിലുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അവർക്കുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. പരാതിക്കാരൻ കാസർഗോഡ് സ്വദേശിയായ ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തെ ടെലിഗ്രാം വഴിയും ഫോൺ വഴിയും ബന്ധപ്പെട്ട് ഹോം ബേസ്ഡ് പാർട്ട് ടൈം ജോലി വാഗ്ദാനം ചെയ്ത് വിവിധ ദിവസങ്ങളിലായി വിവിധ അക്കൗണ്ടുകളിലേക്ക് 2,23,94,993 രൂപ തട്ടിയെടുത്ത കേസിലാണ് ഇപ്പോൾ ജില്ലാ ക്രൈംബ്രാഞ്ച് ഈ പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. ഇദ്ദേഹത്തെ ഉദുമയിൽ നിന്നാണ്, കാസർഗോഡ് ഉദുമയിൽ നിന്നാണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കുറെ ദിവസങ്ങളായി പോലീസ് പ്രതിക്ക് പിന്നാലെ ഉണ്ടായിരുന്നു. എറണാകുളം കേന്ദ്രീകരിച്ചാണ് ഈ തട്ടിപ്പൊക്കെ നടന്നിരുന്നതെന്നാണ് പോലീസ് പറയുന്നത്. അന്താരാഷ്ട്ര കുറ്റവാളിയാണെന്ന് പോലീസ് പറയുന്നുണ്ട്. അദ്ദേഹത്തിനൊപ്പം തന്നെ ഈ അന്യസംസ്ഥാന തൊഴിലാളികളും ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടെന്നും പോലീസ് പറയുന്നുണ്ട്. ഇവർക്കായുള്ള അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. മുംബൈ പോലീസ് എന്ന് വ്യാജേന ഡിജിറ്റൽ അറസ്റ്റിന് ശ്രമിച്ച കേസും ഇദ്ദേഹത്തിനെതിരെയുണ്ട്. പിടികുത്താപ്പുള്ളിയാണെന്നും പോലീസ് പറയുന്നുണ്ട്. എന്തായാലും പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അനുജ, ശരി, അരുൺ പാറക്കലാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം കുളത്തൂപ്പുഴ കണ്ടൻചിറ ഓയിൽ പാം എസ്റ്റേറ്റിൽ ഇന്നും തീപിടുത്തമുണ്ടായി. ഇന്നലെ ഉണ്ടായ തീ പൂർണ്ണമായി കെടാത്തതാണ് ഇന്നത്തെ തീപിടുത്തത്തിന് കാരണമായത്. തീപിടുത്തത്തിൽ അട്ടിമറി സംശയിച്ച ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് രംഗത്തെത്തി. ഇന്നലെയും ഇന്നുമായി ഉണ്ടായ തീപിടുത്തത്തിൽ 150 ഏക്കറിലധികം സ്ഥലം കത്തിനശിച്ചു എന്നാണ് പ്രാഥമിക കണക്ക്. 5000-ലധികം എണ്ണപ്പനകൾക്ക് തീപിടിച്ചു. 50 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നുണ്ട്. സംഭവത്തിൽ അട്ടിമറി സംശയിക്കുകയാണ് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ്. തീപിടുത്തം വിശദമായി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകും. മനസ്സിലാക്കിയെടുത്തോളം ഒരു 150 ഏക്കറിനോളം കത്തി നശിച്ചിട്ടുണ്ട്. അതിനകത്ത് നഷ്ടം കൃത്യമായിട്ട് ഇപ്പോൾ അങ്ങനെ പറയാം, എന്നാലും ഒരു 50 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ടാവും. അത് വളരെ ഗൗരവതരമായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. അത് എല്ലാ രൂപത്തിലും അന്വേഷിച്ച് അതിൻ്റെ റൂട്ട് മനസ്സിലാക്കുകയും അത് പുറത്തുകൊണ്ടുവരികയും ചെയ്യണമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ നിലപാട്. സംഭവം അന്വേഷിക്കാൻ പുനലൂർ RDOയെ കൊല്ലം ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്കാണ് എസ്റ്റേറ്റിൽ തീപിടിച്ചത്. 10 മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇന്നലെ തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഇന്ന് വീണ്ടും തോട്ടത്തിന്റെ വിവിധയിടങ്ങളിൽ തീ കത്തി. 3 ഫയർഫോഴ്സ് യൂണിറ്റുകൾ തോട്ടം കേന്ദ്രീകരിച്ച് പൂർണ്ണസമയം പ്രവർത്തിക്കുകയാണ്. 24 കൊല്ലം. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. സ്വർണ്ണത്തിൽ സ്നേഹത്തിൽ സ്പർശ.
വാർത്താസന്ധ്യ അവസാനിക്കുകയാണ്.